എല്ലാവർക്കും സ്വാഗതം. ഏറെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രേവതിക്കുട്ടി വന്നിട്ട് രേവതിക്കുട്ടിയുടെ അച്ഛനും മുത്തശ്ശനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം മാമച്ചായനെയും ഗ്രേസമ്മേനെയും അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അവർക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്, അവരെന്നാത്തിനാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, നീ വിളിച്ച് പറഞ്ഞിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന്. അപ്പോൾ അച്ഛനും മുത്തശ്ശനും ചങ്ങനാശ്ശേരി എത്തിയിട്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല അവർ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ അവരെ വിളിച്ചിട്ട് അങ്ങോട്ടേക്കിന് തിരിച്ചു പോകാൻ പറയണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അവർ വന്നിട്ട് നിന്നെ കണ്ടിട്ട് പോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ആകെ ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, അവർ വന്നിട്ട് പോട്ടെ എന്ന്, ഞാൻ അവരുടെ കൂടെ പോകത്തൊന്നുമില്ല നിങ്ങളെ വിട്ടിട്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ മാമച്ചായനോട് ജ്യൂസ് എടുക്കട്ടെ എന്ന് നോക്കിട്ടോ, നെല്ലിക്ക ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കുമെന്ന് പറയും മാമച്ചായൻ. അപ്പോൾ ഗ്രേസമ്മേനോട് ചോദിക്കുന്നുണ്ട്, ആൻറ്റിക്ക് എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഒരു കോഫിയോ ചായ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും തരത്തില്ല, വല്ല ലെമൺ ടീയോ ജിഞ്ചർ ടീയോ അങ്ങനെ എന്തെങ്കിലും തരാമെന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടീനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു അയക്കുക. രേവതിക്കുട്ടി ചായ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മാമച്ചായനും ഗ്രേസമ്മയും കൂടി സംസാരിക്കുകയാണ്, എന്നാത്തിനായിരിക്കും രേവതിക്കുട്ടിയുടെ അച്ഛനും മുത്തശ്ശനും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നത്, അവളെ കൊണ്ടുപോകാനായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അങ്ങനെ അവളെ നമ്മൾ വിട്ടു കൊടുക്കില്ലല്ലോ, ഇനിയിപ്പോൾ നമ്മൾ അവളെ വിട്ടു കൊടുത്താലും അവൾ നമ്മളെ വിട്ടു പോവില്ല എന്നൊക്കെ പറഞ്ഞ് ഗ്രേസമ്മേനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ മാമച്ചായൻ. പിന്നീട് ഗംഗാധരനും ശിവനും മനുവും കൂടെ സംസാരിക്കുകയാണ്. വൈജയുടെ കാര്യം തന്നെയാണ് കേട്ടോ. ഗംഗേട്ടൻ മനുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, വൈജ എവിടെയാണ് വീട് എടുത്തത്, നീ ആ വീട് കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയും, ആൻറ്റി പോലും കണ്ടിട്ടില്ല ആ വീട് എന്ന് പറയേ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കമല ഗംഗേട്ടന് ചായ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രമേ ചായ ഉള്ളൂ, ഇവർക്കൊന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ കമല പറയും, അവരൊക്കെ ഇപ്പോൾ കഴിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറയട്ടെ. അപ്പോൾ മനു ഒരു ചായ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമല പറയും തരത്തില്ല എന്ന്. അപ്പോൾ ഗംഗേട്ടനാണെങ്കിൽ ഗംഗേട്ടന് കൊടുത്ത ചായ മനുവിന് അങ്ങ് നീക്കി വെച്ച് കൊടുക്കും കേട്ടോ. ഞാനത് അവന് കൊടുത്തു, എനിക്ക് ഒരെണ്ണം വേറെ എടുക്കുമെന്ന് കമലേനോട് പറയുകയും ചെയ്യേ. അപ്പോൾ കമല അവിടെ നിന്ന് പോകും കേട്ടോ. പിന്നീട് ഗംഗേട്ടനോട് ശിവൻ പറയുന്നുണ്ടായിരുന്നു, വൈജയനെ വാടക വീട്ടിലേക്ക് പോകാൻ സമ്മതിക്കരുത്, കയ്യോടെ പിടിച്ച് കടപ്പാട്ടൂരിൽ കൊണ്ടാക്കണം, അത് നമ്മുടെ തീരുമാനമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഗംഗേട്ടനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വൈജയ്ക്ക് ശരിക്കും മെൻ്റലാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മക്കളോടും ഭർത്താവിനോടും ഒന്നും ഒരു സ്നേഹമില്ല ആൻറ്റിക്ക്, ആൻറ്റിയുടെ വാശി ജയിക്കണം, അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ആൻറ്റി ഒരു സൈക്കോ ആണ് എന്നൊക്കെ ഇങ്ങനെ മനു പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും ഗംഗേട്ടനുള്ള ചായയുമായിട്ട് കമല വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ശിവനും കൂടെ ഒരു ചായ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവനോട് പറയുന്നുണ്ടായിരുന്നു, ചായ വേണമെങ്കിൽ നേരത്തെ പറയണമായിരുന്നു, ഇനി തരത്തില്ല എന്ന് പറയേ. അപ്പോൾ ഗംഗേട്ടനാണെങ്കിൽ വീണ്ടും ആ ചായ ശിവനങ്ങ് വെച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വേറൊരെണ്ണം എടുക്കുകയെന്ന്. കമലയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് ദേഷ്യക്ക് വരുന്നുണ്ട്. ഗംഗേട്ടൻ ആയതുകൊണ്ട് തിരിച്ചൊന്നും പറയാനും പറ്റുന്നില്ല, അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ചായ എടുക്കാൻ വേണ്ടിയിട്ട്. അവർ മനഃപൂർവ്വം കമലേനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും ഇങ്ങനെ ചായ ഒഴിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ അത് ഗംഗേട്ടൻ നീക്കി വെച്ചിട്ട് വേറൊരെണ്ണം എടുക്കാനൊക്കെ പറയുന്നത്. എന്തായാലും കമലയ്ക്ക് അത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നീട് അവർ വീണ്ടും വൈജയുടെ കാര്യം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ എല്ലാവരുടെ മുന്നിലും വൈജയാണെങ്കിൽ എല്ലാവരുടെ മുന്നിലും തോൽക്കുകയാണ്. അവൾക്ക് ഇങ്ങനെ അലീനയുടെ മുന്നിൽ തോൽക്കുന്നതായിരിക്കും വലിയ ഇത് എന്നൊക്കെ പറഞ്ഞ് അവർ ആ കാര്യങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് വീണ്ടും കമല ചായയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, കമലയ്ക്ക് ചായ വേണ്ടേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നിർബന്ധമില്ല എന്ന് കമല പറയുമ്പോൾ ഗംഗേട്ടന് കൊടുത്ത ചായ കമലേനോട് കുടിക്കാൻ പറയാൻ കേട്ടോ, എനിക്ക് വേറെ ഒരെണ്ണം എടുത്താൽ മതി എന്ന് പറയും. അപ്പം മനു ആണെങ്കിൽ പിന്നീട് കമലേനോട് കാര്യം പറയുന്നുണ്ട് കേട്ടോ. കമലയ്ക്ക് ദേഷ്യക്ക് വരുന്നുണ്ട്, ഞങ്ങളിവിടെ കാര്യമായിട്ട് സംസാരിക്കല്ലേ, അമ്മ അങ്ങോട്ടേക്ക് ചെല്ലേന്ന് പറയും. അപ്പോൾ കമല അവിടെ നിന്ന് പോകട്ടെ ദേഷ്യപ്പെട്ട്. പിന്നീട് രേവതിക്കുട്ടിയുടെ അച്ഛനും മുത്തശ്ശനും കൂടെ മാമച്ചായൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അച്ഛനിങ്ങനെ മുത്തശ്ശനാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതാണ് അവളുടെ വീട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. രേവതിക്കുട്ടിയുടെ അച്ഛനാണെങ്കിലും മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അവർ ഈ വീട് അവൾക്ക് കൊടുക്കുമെന്ന് കേട്ടോ. അപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഈട് വേണ്ടേന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, ചിലർക്ക് ഇങ്ങനെ സ്വത്തും സമ്പത്തും ഒന്നും ആയിരിക്കില്ല വേണ്ടത്, ചിലർ അതിനപ്പുറമായിരിക്കും സ്നേഹബന്ധങ്ങൾ കാണുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും രേവതിക്കുട്ടി അവരെ കണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മുത്തശ്ശനും അതുപോലെ തന്നെ അച്ഛനും കാർന്നൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഓടി അങ്ങോട്ടേക്ക് ചെല്ലും. മുത്തശ്ശനാണെങ്കിലും രേവതിക്കുട്ടീനെ കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, മുത്തശ്ശൻ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന്, അപ്പോൾ കാണാൻ വേണ്ടിയിട്ടല്ലേ മോളെ വന്നത്, കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനും അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ അച്ഛനോടും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. മരുന്നൊക്കെ കഴിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, പെയിൻ കില്ലർ മാത്രമേ കഴിക്കുന്നുള്ളൂ, വേറൊരു മരുന്നും ഇല്ല എന്ന് പറയട്ടോ. മോളെ കാണുന്നതും വിളിക്കുന്നതും ഒക്കെ തന്നെയാണ് വലിയ മരുന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രേവതിക്കുട്ടി ഇങ്ങനെ അച്ഛനെ കാണാൻ പോയ ശേഷമാണല്ലോ അച്ഛന് ഇത്രയും മാറ്റം ഉണ്ടായത്, ഡോക്ടർമാർ വരെ കഴിയൊഴിഞ്ഞതായിരുന്നു, രേവതിക്കുട്ടീനെ കണ്ട ശേഷമാണ് ഇത്രയും ഒരു മാറ്റം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുകയാണ് കേട്ടോ. പിന്നീട് അവരെ അങ്ങോട്ടേക്ക് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ചാണ് രേവതിക്കുട്ടി നടത്തി കൊണ്ടുപോകുന്നത്. അച്ഛനാണെങ്കിലും രേവതിക്കുട്ടീനെ കാണുന്ന സമയത്ത് ഒന്ന് കെട്ടിപ്പിടിക്കുകയും തലയിലിങ്ങനെ തലോടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് അച്ഛൻ്റെ കൈ പിടിച്ച് വീട്ടിനുള്ളിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നുണ്ട്.
അപ്പം അച്ഛന് സ്റ്റെപ്പൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, സ്റ്റെപ്പൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരെ അകത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തുന്നുണ്ട് കേട്ടോ, സോഫയിൽ ഇരുത്തുന്നുണ്ട്. രേവതിക്കുട്ടി പറയുകയാണ് എന്നിട്ട് അവരോട്, ഞാൻ അങ്കിളിനോടും ആൻറ്റീനോടും നിങ്ങൾ വന്ന കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടി അവിടെ നിന്ന് പോകുമ്പോൾ അച്ഛനാണെങ്കിലും വീടൊക്കെ നോക്കിയിട്ട് നല്ല വീട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവളുടെ നല്ല മനസ്സുകൊണ്ടാണ് അവൾ ഇത്രയും നല്ലൊരു വീട്ടിലെത്തിയത്. അല്ലെങ്കിൽ ഈ അനാഥ കുട്ടികൾ എന്തെല്ലാം സഹിക്കണം, അതും പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുമ്പോഴേക്കും ഗ്രേസമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മേനോടും അവരെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. മാമച്ചേന് വയ്യ എന്നുള്ളത് അറിയാതെയാണല്ലോ അവർ വന്നത്, അപ്പോൾ ഞങ്ങളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് അവർ മാമച്ചേനെയും കൂടെ കണ്ടിട്ട് തിരിച്ച് പോയിക്കോളാന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല, ഊണ് കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ, രേവതിക്കുട്ടിയുടെ അച്ഛനും അതുപോലെ തന്നെ മുത്തശ്ശനും ഇല്ലേ, അപ്പോൾ അവൾക്ക് കൊടുക്കുന്ന ബഹുമാനം ഞങ്ങൾ നിങ്ങൾക്കും തരണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവരെ വിടുന്നില്ല കേട്ടോ, ഊണ് കഴിച്ചിട്ടേ പോകാവൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ പിന്നീട് അച്ഛനോട് ഇങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്, മരുന്നൊക്കെ കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മരുന്നൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. രേവതിക്കുട്ടി ഇടയ്ക്ക് വിളിക്കും, അത് തന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്നുണ്ട്. വീഡിയോ കോളും അതുപോലെ തന്നെ ഇടയ്ക്ക് അവൾ പാട്ട് പാടുന്ന വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയ മരുന്ന് എന്നൊക്കെ ഗ്രേസമ്മേനോട് അവർ പറയുന്നുണ്ടായിരുന്നേ. അപ്പോഴേക്കും ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ കാറിൽ 2 കവറുണ്ട്, അത് എടുത്തിട്ട് വായോ, കുറച്ച് ചോക്ലേറ്റും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ടായിരുന്നു, അവൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഗ്രേസമ്മ പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾക്കറിയാം, എന്നാലും അവളുടെ അച്ഛൻ ആദ്യമായിട്ട് അവളെ കാണാൻ വരുന്നല്ലേ, അപ്പോൾ വെറും കൈയോടെ വരാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ മുത്തശ്ശൻ പറയുന്നത്. അപ്പോഴേക്കും രേവതിക്കുട്ടി കവറൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നേ. പിന്നീട് ഗ്രേസമ്മ അവരോട് ഊണ് കഴിച്ചിട്ട് പോവാം, ഞാൻ മാമച്ചായനോട് നിങ്ങൾ വന്ന കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഗ്രേസമ്മ അവിടുന്ന് പോയേ. പിന്നീട് വൈജയനെയാണ് കാണിക്കുന്നത്. അപ്പോൾ വൈജയ്ക്ക് ഇങ്ങനെ ഡിസ്ചാർജ് ആണല്ലോ, അപ്പോൾ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഫിസിയോതെറാപ്പിയൊക്കെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ വേദനയൊന്നും ഇല്ല അപ്പോൾ, പക്ഷേ ഇങ്ങനെ കൈയിനും കാലിനും അധികം ബലമൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഡിസ്ചാർജ് ആയാലും ഇനിയിപ്പോൾ അങ്ങനെ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ ഡോക്ടറും പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേറെ ആളെ ഇങ്ങനെ സജസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ അവർ വന്ന് ചെയ്യുമെന്നൊക്കെ ഒന്ന് ഇങ്ങനെ അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കുര്യച്ചനാണെങ്കിൽ മാമച്ചേന് സുഖമില്ല എന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കാണാൻ വരികയാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്കിളെ വാന്ന് പറയും. അപ്പോൾ അവിടെ വേറൊരു കാറും കൂടെ കാണുമ്പോൾ കുര്യച്ചൻ ചോദിക്കുന്നുണ്ട് ഇത് ആരുടെ കാറാണ്. അപ്പോൾ എൻ്റെ അച്ഛനും മുത്തശ്ശനൊക്കെ വന്നിട്ടുണ്ട്, അങ്കിൾ വാ കാണിച്ചു തരാമെന്ന് പറയും കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ കുര്യച്ചനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി അച്ഛനെയും മുത്തശ്ശനെയൊക്കെ. അപ്പോഴേക്കും മാമച്ചായനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാമച്ചായനെ കാണുമ്പോൾ എല്ലാവരും എണീറ്റ് ഇങ്ങനെ നിൽക്കുകയാണല്ലോ, എല്ലാവരും എന്താ എണീറ്റ് നിൽക്കുന്നത്, അവിടെ ഇരിക്കുകയെന്ന് പറയും കേട്ടോ. അപ്പോൾ ഗ്രേസമ്മയാണെങ്കിലും മാമച്ചായനെ ഇങ്ങനെ പിടിച്ചായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ പിടിച്ച് കൊണ്ടുവരാവുന്ന അവസ്ഥയിലേക്കായെന്ന് പറയുമ്പോൾ അവൾ വെറുതെ എന്നെ പിടിച്ചതാണ്, അല്ലെങ്കിലും അവൾ പിടിച്ചാൽ നിൽക്കുന്ന ശരീരമാണോ എൻ്റേത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കുര്യച്ചൻ പറയുന്നുണ്ടായിരുന്നു താങ്ങാൻ ഒരാളുണ്ടാവുന്നത് നല്ലത് തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. മാമച്ചായൻ പിന്നെ പറയുന്നുണ്ടായിരുന്നു അതിന് മാത്രമൊന്നും ഇല്ല എന്നേ, അവളിങ്ങനെ എന്നെ പിടിച്ച് ഓരോന്നിങ്ങനെ കൂടുതലായി കാണിക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിലും ഇങ്ങനെ നമ്മൾ കാണാൻ വന്നത് നാളെ തട്ടിപ്പോകുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ, ഒരു ആപത്ത് വരുമ്പോൾ നമ്മളെല്ലാം കൂടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് ശരിയാണെന്ന് ഞങ്ങളും അനുഭവസ്ഥരാണെന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടിയുടെ മുത്തശ്ശനും അതുപോലെ തന്നെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അവരെല്ലാവരും കൂടെ ഊണ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശനും ഒക്കെ പ്രായമൊക്കെ അധികം ആയതുകൊണ്ട് അധികമൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ രേവതിക്കുട്ടിയുടെ അച്ഛനാണെങ്കിലും ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ, അയാൾക്ക് ഇങ്ങനെ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ചിട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, വേവിച്ച പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുകയാണ് എന്നാൽ ഞാനും കുര്യച്ചനും മാത്രമേ ഇപ്പോൾ ഇവിടെ കഴിക്കാൻ പറ്റുന്നവരായിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഗ്രേസമ്മയ്ക്കും അധികമൊന്നും കഴിക്കാൻ പറ്റത്തില്ല, ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മാമച്ചായനാണെങ്കിലും മാമച്ചായന് ഇങ്ങനെ കുറച്ച് വെജിറ്റബിളൊക്കെയാണ് കേട്ടോ കഴിക്കാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവൾ എനിക്ക് കഴിക്കാൻ തന്നത് കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നീട് രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു കല്യാണത്തിനും അതുപോലെ തന്നെ ക്ലബിലൊക്കെ പോയാൽ ഞാനറിയാതെ എല്ലാം കട്ട് കഴിക്കും, അവിടെയൊക്കെ എനിക്ക് ഇങ്ങനെ പിറകെ പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് എന്തായാലും രേവതിക്കുട്ടി അച്ഛന് കരിക്കെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രേവതിക്കുട്ടി ഇവിടെ ഇങ്ങനെ പിറകിൽ മുഴുവൻ അങ്കിളിൻ്റെ കരിക്കും തൊട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്കും പോവേ. പിന്നീട് അവർ പോയി രേവതിക്കുട്ടി പോയി കഴിയുമ്പോൾ കുര്യച്ചൻ ചോദിക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ രേവതിക്കുട്ടീനെ കൊണ്ടുപോകാനൊന്നും വന്നതല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളെ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും, പക്ഷേ ചോദിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല എന്നൊക്കെ രേവതിക്കുട്ടിയുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് രേവതിക്കുട്ടിക്ക് കിട്ടിയ അച്ഛനും അമ്മയും ഇവർ തന്നെയാണ്, അത് കഴിഞ്ഞിട്ട് മറ്റാർക്കും സ്ഥാനമുള്ളൂ എന്നൊക്കെ കുര്യച്ചൻ അവരോട് തന്നെ തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശനും അത് സമ്മതിക്കുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മയ്ക്കാണെങ്കിലും ഇതെല്ലാം കേട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ സന്തോഷത്തോടെ നിൽക്കുന്ന ഗ്രേസമ്മേനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് പ്രമു കാണിക്കുന്നുണ്ട് വൈജയനെ അവർ കടപ്പാട്ടൂരിൽ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന്
ഡിസ്ചാർജ് ആക്കിയിട്ട്. അപ്പോൾ വൈജയ്ക്കാണെങ്കിൽ ഒരു സംശയമുണ്ട്, അപ്പോൾ അത് വണ്ടിയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടേക്ക് തന്നെയാണ്, കടപ്പാട്ടൂരിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന്. പിന്നീട് അവിടെ എത്തിയതിൻ്റെ ചെറിയൊരു ദേഷ്യം പരിഭവമൊക്കെ കാണിക്കുന്നുണ്ട് വൈജയന്തി. ഇത്രയാണ് പ്രമോദ് കാണിച്ചിട്ടുണ്ടായിരുന്നത്.